ബാബു ഇങ്ങനെ പോകുന്നു. എവിടെയാ? എവിടെയായിരുന്നു? ഞാൻ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നിരിക്കുന്നു, അടയ്ക്കാൻ പോയതാ. അതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലോ. ഇപ്പഴാ കണ്ടത്. പിന്നെ അച്ഛൻ അറിയുന്നുണ്ടോ ഈ നിയമത്തിന്റെ പേരൊക്കെ മാറി? എടാ, അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിജ്ഞാപനം ചെയ്തതാ. ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തൊഴിൽ നിയമം എന്നിവ ഇനി അറിയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി നിയമം എന്നിങ്ങനെ പേര് മാറ്റിയിട്ടാണ് ഇനി അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? നീ എന്തു മറ്റവർത്താനാണോ പറയുന്നത്? എടാ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ പോലീസിനും മറ്റു നിയമ സംവിധാനങ്ങൾക്കൊക്കെ കുറച്ച് നാളത്തിന് വള്ളിയായിരിക്കും. ഇനി പ്രതി ഒളിവിലാണെങ്കിലും വിചാരണ നടക്കും, ശിക്ഷയും വിധിക്കും. ക്രിമിനൽ കേസാണോ, കേസിന്റെ രീതി അനുസരിച്ചിട്ട് പ്രതിയുടെ സ്വത്ത് കണ്ടു കെട്ടാനും കഴിയും. ഒരു കാര്യം ഉറപ്പായി, ഇനി കുറ്റം ചെയ്താൽ പണിക്കുറ്റം തീരും. ഇനി മുതൽ ഡിജിറ്റൽ തെളിവുകൾക്ക് അംഗീകാരമായി. പ്രധാനപ്പെട്ട കേസുകൾക്ക് മഗസർ തയ്യാറാക്കുന്നത് 360 ഡിഗ്രി ലേസർ ക്യാമറയിലായിരിക്കും. പിന്നെ വെർച്വൽ സാങ്കേതിക മികവുള്ള 25 ലക്ഷം രൂപ വില വരുന്ന 20 ക്യാമറകളാണ് കേരള പോലീസ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേരള പോലീസിന് ഇതിനൊക്കെ പരിശീലനം കൊടുക്കേണ്ട അച്ചായോ? പിന്നെ വേണ്ടേ, BNS മലയാളത്തിലേക്ക് മാറ്റുന്ന ആപ്പ് തയ്യാറാക്കുന്ന ജോലികളെ കേരള പോലീസ് തുടങ്ങിയിട്ടുണ്ട്. BNSO അതെന്താ? എടക്കണ ആപ്പാ അത്. ഭാരതീയ ന്യായ സംഹിത നാടാ. ഇപ്പോഴേലും മനസ്സിലായോ? എല്ലാം നല്ലതിനായ മതിയായിരുന്നു. കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് നിയമവും മാറും. അതാണ് അതിൻ്റെ ശരി.